ഓക്കെ ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ നമ്മളുടെ ബ്ലോഗിൻ്റെ ഡിസൈൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെ ഒരു സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നമ്മുടെ ബാക്ക് എൻഡ് ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് ജാങ്കോയ്ക്കകത്ത്. നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ജാങ്കോയ്ക്കകത്ത് ഒരു ഇൻബിൽഡ് ബാക്ക് എൻഡ് ഒക്കെ കിട്ടുന്നുണ്ട്. നമുക്കത് വേണേൽ കസ്റ്റമൈസ് ചെയ്യാം. പക്ഷെ നമ്മളിപ്പം ഈ പ്രോജക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഇൻബിൽഡ് ആയിട്ടുള്ള ബാക്ക് എൻഡ് ആണ്. നമുക്ക് ജസ്റ്റ് നമ്മളുടെ പ്രോജക്റ്റിലോട്ട് കയറാം. ബ്ലോഗ് അതിൽ വി എസ് കോഡ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ വിത്ത് കോഡ്. ഓക്കെ ഗൈസ്, വി എസ് കോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളുടെ സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. അതിന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ജാങ്കോ ഓൾറെഡി ഒരു സൂപ്പർ യൂസറിനെ തരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ യൂസറിനെ തരുന്നുണ്ടെന്നല്ല, ഒരു ബാക്ക് എൻഡ് ഒക്കെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് manage.py വെച്ച് തന്നെ നമുക്കൊരു സൂപ്പർ യൂസറിനെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ജസ്റ്റ് cd ബ്ലോഗ്, എന്നിട്ട് നമ്മളിവിടെ പൈത്തൺ manage.py ക്രിയേറ്റ് സൂപ്പർ യൂസർ എന്ന് പറഞ്ഞൊരു കമാൻഡ് അടിച്ചാൽ മതി. ഓക്കെ ഓക്കെ ഗൈസ്, ഇപ്പോൾ ഒരു എറർ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിന് നമ്മൾ ജസ്റ്റ് പൈത്തൺ manage.py മൈഗ്രേറ്റ് എന്ന് പറയുന്ന കമാൻഡ് അടിച്ചാൽ മതി. നിങ്ങളിപ്പോൾ ഈ മൈഗ്രേറ്റ് എന്ന് പറയുന്ന കമാൻഡിനെ പറ്റി വറീഡ് ആവേണ്ട. സംഭവം അത് ഡേറ്റാബേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മൾ അതിനെപ്പറ്റി ഡേറ്റാബേസിനെ പറ്റി സംസാരിക്കുന്ന വീഡിയോയിൽ വളരെ വിശദമായിട്ട് സംസാരിക്കും. നിങ്ങളിപ്പം അതിനെപ്പറ്റി ഓവറായിട്ട് വറീഡ് ആവണ്ട. ഓക്കെ, ഇനിയും ജസ്റ്റ് പൈത്തൺ manage.py ക്രിയേറ്റ് സൂപ്പർ യൂസർ എന്ന് പറയുന്ന കമാൻഡ് അടിക്കാം. ഓക്കെ, ഞാനിപ്പോൾ യൂസർ നെയിം ചോദിക്കുന്നുണ്ട്, അതിനകത്ത് അഡ്മിൻ തന്നെ കൊടുക്കുവാണ്. ഇമെയിൽ ബ്ലാങ്ക് ആയിട്ട് വിടുകയാണ്. പാസ്വേഡ് അഡ്മിൻ തന്നെ കൊടുക്കുവാണ്. പിന്നെ പാസ്വേഡ്, നമ്മൾ ഈ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്കിവിടെ ടൈപ്പായിട്ട് കാണിക്കത്തില്ല. ഒരു സെക്യൂരിറ്റി വെച്ച് ചെയ്യുന്നതാണ്. അത് ജാങ്കോ ഇൻബിൽഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. നിങ്ങളവിടെ ഒന്നും കാണാത്തതുകൊണ്ട് ടൈപ്പ് ചെയ്യാതിരിക്കല്ലേ, എന്തോ എറർ ആണെന്നൊന്നും വിചാരിച്ചിരിക്കല്ല. അവിടെ പാസ്വേഡ് ഒരിക്കലും കാണിക്കത്തില്ല. എന്നിട്ട് നമുക്കിവിടെ ഒരു വാണിംഗ് കാണിക്കുന്നുണ്ട്. സംഭവം നമ്മൾ വളരെ ചെറിയൊരു പാസ്വേഡാണ് കൊടുത്തത്, അഡ്മിൻ എന്ന് പറഞ്ഞ്. ഒരിക്കലും നിങ്ങൾ ഈ പ്രൊഡക്ഷന് വേണ്ടി ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ പാസ്വേഡ് ഒന്നും കൊടുക്കരുത്. ഇപ്പം ഞാൻ ഇത് പ്രൊഡക്ഷന് വേണ്ടി ചെയ്യുന്നതല്ല, നമ്മൾ ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് അങ്ങനെ ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊടുത്തതാണ്. ഓക്കെ, നമുക്കപ്പം ഈ വാലിഡേഷൻ ബൈപ്പാസ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ യെസ് അടിച്ച് വിടുവാണ്. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ സെർവർ റൺ ചെയ്യാം. പൈത്തൺ manage.py റൺ സെർവർ. ഓക്കെ, നമുക്ക് നേരത്തെ ഇവിടെ ഒരു എറർ കാണിക്കുമായിരുന്നു, ഈ അൺഅപ്ലൈഡ് മൈഗ്രേഷൻസ് എന്ന് പറഞ്ഞ്. പക്ഷെ നമുക്കിപ്പോൾ അത് കാണിക്കുന്നില്ല. നമ്മൾ ആ മൈഗ്രേറ്റ് എന്ന് പറയുന്ന കമാൻഡ് അടിച്ചത് കൊണ്ടാണ്. നിങ്ങളിപ്പം അതിനെപ്പറ്റി കൂടുതൽ വറീഡ് ആവണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനെപ്പറ്റി വിശദമായിട്ട് തന്നെ സംസാരിക്കാം. ഓക്കെ, നമുക്ക് ഇനി സെർവർ ആക്ടിവേറ്റ് ചെയ്യാം. നമ്മളിനിയും നമ്മളുടെ urls.pyയിൽ ചെല്ലുമ്പോൾ നമുക്കിവിടെ അഡ്മിൻ എന്ന് പറഞ്ഞൊരു പാത്ത് ഓൾറെഡി ഡിഫൈൻ ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. സംഭവം നമുക്ക് ജാങ്കോ ഓൾറെഡി ഇങ്ങനെ ഒരു പേജ് സെറ്റ് ചെയ്ത് തരുന്നതുകൊണ്ടാണ്. നമുക്കപ്പം ജസ്റ്റ് നമ്മളുടെ ആ URL ഒന്ന് നമ്മളുടെ ഓക്കെ, ഈ URL നമുക്കിവിടെ നമ്മളുടെ URL ടൈപ്പ് ചെയ്യാം, അഡ്മിൻ. ഓക്കെ, ഇങ്ങനൊരു അഡ്മിൻ പേജ് വന്നിട്ടുണ്ട്. ഇവിടെ അഡ്മിൻ എന്ന് തന്നെ കൊടുക്കാം, അഡ്മിൻ. ഓക്കെ, ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ ബാക്ക് എൻഡിലോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. ഇപ്പം അടുത്ത വീഡിയോ ഇട്ട് നമ്മൾ ബാക്ക് എൻഡിൽ നമ്മൾ ഡേറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് ഡേറ്റാബേസ് എങ്ങനെ ഡേറ്റ ഫെച്ച് ചെയ്ത് ഫ്രണ്ട് എൻഡിൽ കാണിക്കുമെന്നൊക്കെ കാണും. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ ഇതുവരെ നമ്മുടെ പ്ലേലിസ്റ്റ് ആക്സസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റ് ആക്സസ് ചെയ്യുക. കാരണം നമ്മളിതൊരു സീരീസ് ആയിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഓർഡറിൽ തന്നെ വീഡിയോസ് എല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു ഗൈസ്.